നമ്മൾ കമ്മ്യൂട്ടേഷൻ സ്കീംസാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ വരെയാണ് നോക്കിയത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്ലാസ് ഇ കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താ? ഇവിടെ നമ്മൾ തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സിൽ നിന്നും കറണ്ട് പൾസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലെ തൈറിസ്റ്റർ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? സെപ്പറേറ്റ് ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നും കറണ്ട് പൾസ് എടുക്കുക ചെയ്യുന്നത്. സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സിൽ നിന്നും കറണ്ട് പൾസ് എടുക്കുകയാണ്. അതായത് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ് നമ്മൾ കറണ്ട് പൾസ് എടുക്കുന്നത്. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കറണ്ട് പൾസ് എടുക്കുന്നതുകൊണ്ടാണ് ഈ കമ്മ്യൂട്ടേഷനെ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും പൾസ് എടുക്കുന്നതുകൊണ്ട് എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നു. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിലാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ മെയിൻ തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാൻ അല്ലെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറണ്ട് പൾസ് എടുക്കുന്ന കമ്മ്യൂട്ടേഷനാണ് ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ. അതുകൊണ്ടാണ് അതിനെ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ അഥവാ ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ നടക്കാനുള്ള അല്ലെ തൈറിസ്റ്റർ ടേൺ ഓഫ് ആവാനൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എടുക്കുന്ന കറണ്ട് പൾസിൻ്റെ പീക്ക് വാല്യൂ ലോഡ് കറണ്ടിനും കൂടുതലായിരിക്കണം. അപ്പം എടുക്കുന്ന കറണ്ട് പൾസിൻ്റെ പീക്ക് വാല്യൂ ലോഡ് കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ എക്സ്റ്റേണൽ കമ്മ്യൂട്ടേഷൻ അഥവാ ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? അതായത് കറണ്ട് പൾസിൻ്റെ പീക്ക് വാല്യൂ ലോഡ് കറണ്ടിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പം ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ നടക്കാനുള്ള കണ്ടീഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. കറണ്ട് പൾസിൻ്റെ പീക്ക് വാല്യൂ ലോഡ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കണം. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് മെയിൻ സോഴ്സാണ് വി എസ്. മെയിൻ സോഴ്സ് വി എസും V1 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ ഓക്സിലറി സപ്ലൈ ആണ് V1 എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓക്സിലറി സപ്ലൈ ആണ് V1 എന്ന് പറയുന്നത്. VS എന്ന് പറയുന്നതാണ് നമ്മളുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഈ വി എസിനെ അതാ മെയിൻ സോഴ്സിനെ ലോഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് മെയിൻ തൈറിസ്റ്ററായ T1 വഴിയാണ്. അപ്പം ഈ മെയിൻ സോഴ്സ് അഥവാ വി എസിനെ ലോഡിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ മെയിൻ തൈറിസ്റ്ററായ T1 വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ T1 ആയിരിക്കും ലോഡ് കറണ്ട് ക്യാരി ചെയ്യുന്ന മെയിൻ തൈറിസ്റ്റർ T1 ആണ് ലോഡ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. T1 വഴിയാണ് നമ്മുടെ മെയിൻ സോഴ്സായ വി എസിനെ ലോഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് രണ്ട് തൈറിസ്റ്റർ ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്. എന്തിനായിരിക്കും T2ഉം T3യും? T2ഉം T3യും ഇവിടെ ഓക്സിലറി തൈറിസ്റ്റേഴ്സാണ്. T2ഉം T3യും ഇവിടെ ഓക്സിലറി തൈറിസ്റ്ററാണ്. എന്തിനു വേണ്ടിയാണ്? T1നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഓക്സിലറി തൈറിസ്റ്റേഴ്സാണ് T2ഉം T3യും. അപ്പം T1നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള ഓക്സിലറി തൈറിസ്റ്റേഴ്സാണ് ആരൊക്കെ? T2ഉം T3യും. പിന്നെ നമുക്ക് ഈ സർക്യൂട്ടിനകത്ത് ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് T1 ഓൺ ആണ്. T1 ഓൺ ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? T1 ഓൺ ആയിക്കഴിഞ്ഞാൽ മെയിൻ സോഴ്സ് വി എസ് ലോഡിലേക്ക് കണക്റ്റഡ് ആവും. മെയിൻ സോഴ്സ് വി എസ് T1 വഴി ലോഡിലേക്ക് കണക്റ്റഡ് ആവും. സോ ലോഡ് കറൻറ്റ് T1ൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇനിഷ്യലി അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ T1 ഓൺ ആണെന്ന് അസ്യൂം ചെയ്യുക. T1 ഓൺ ആണെങ്കിൽ വി എസ് ലോഡിലേക്ക് കണക്റ്റഡ് ആണ് T1 വഴി. സോ ലോഡ് കറൻറ്റ് T1ൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പം നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി T3നെ ട്രിഗർ ചെയ്യുക. T3നെ ട്രിഗർ ചെയ്താൽ എന്നാ പറ്റും? T3യെ ട്രിഗർ ചെയ്താൽ T3 ഓൺ ആവും. അപ്പോൾ ടേൺ ഓഫ് ചെയ്യണം അല്ലെ T1നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യണമെന്നുള്ളപ്പം T3യെ ട്രിഗർ ചെയ്യാം. T3യെ ട്രിഗർ ചെയ്താൽ എന്നാ പറ്റും? T3യെ ട്രിഗർ ചെയ്താൽ T3 ഓൺ ആവും. T3 ഓൺ ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? നോക്കിക്കേ, T3 ഓൺ ആയിക്കഴിഞ്ഞാൽ V1 എന്ന് പറയുന്നത് T3 വഴി LC വഴി V1ലേക്ക് ഒരു ഓസിലേറ്റിംഗ് സർക്യൂട്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു ഓസിലേറ്ററി കറണ്ട് ഫ്ലോ ചെയ്യും, ഒരു ഓസിലേറ്റിംഗ് സർക്യൂട്ട് ഫോം ചെയ്യും. ഏതൊക്കെയാണ്? V1 T3 LC V1.
V1 T3 L C V1 എന്നൊരു സർക്യൂട്ട് ഫോം ചെയ്യും. അപ്പം എന്നാ സംഭവിക്കും? അവിടെ ഒരു ഓസിലേറ്ററി കറൻറ്റ് ഫ്ലോ ചെയ്യും. ആ ഓസിലേറ്ററി കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന കാരണം നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ആവും. സോ അവിടെ T3 ഓൺ ചെയ്താൽ V1ൽ നിന്നും T3 വഴി L C വഴി V1ലേക്ക്, അങ്ങനെയാണ് പാത്ത് കംപ്ലീറ്റ് ആവുന്നത്. V1 T3 L C. സോ ഇവിടെ ഒരു ഓസിലേറ്ററി കറൻറ്റ് ഫ്ലോ ചെയ്യും. ഓസിലേറ്ററി കറൻറ്റ് കാരണം നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ എവിടെ വരെ ചാർജ് ആവും? കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവും. ഇവിടെ ഈ കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവും. കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവുമ്പം എന്നാ സംഭവിക്കാം? കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവുന്ന ടൈം എന്ന് പറയുന്നത് π√LC ആണ്. T π√LCയിലാണ് കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവുന്നത്. സോ T π√LCയിൽ കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവും. വൺസ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ പിന്നെ ഫർദർ കറണ്ട് ഫ്ലോ അലോ ചെയ്യില്ല. വൺസ് ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ പിന്നീടുള്ള കറണ്ട് ഫ്ലോ അലോ ചെയ്യത്തില്ല. കപ്പാസിറ്റർ പിന്നീടുള്ള കറണ്ട് ഫ്ലോ അലോ ചെയ്യാത്തപ്പം എന്നാ സംഭവിക്കും? T3 കൂടെയുള്ള കറൻറ്റ് റെഡ്യൂസ് ചെയ്ത് 0 ആയിട്ട് മാറും. സോ വൺസ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയാൽ, കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആയാൽ കപ്പാസിറ്റർ ഫർദർ കറണ്ട് ഫ്ലോ അലോ ചെയ്യത്തില്ല. പിന്നീട് ആ ഓസിലേറ്ററി കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യില്ല. അങ്ങനെ അലോ ചെയ്യാത്തപ്പം T3 കൂടെയുള്ള കറൻറ്റ് 0 ആകും. T3 കൂടെയുള്ള കറൻറ്റ് കുറഞ്ഞ് 0 ആകുമ്പം T3യെ കമ്മ്യൂട്ടേറ്റ് ചെയ്യും. അങ്ങനെ T3 ഓഫായി പോകും. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? T3 ഓൺ ആക്കും. T3 ഓൺ ആക്കുമ്പം അവിടെ ഒരു ഓസിലേറ്ററി സർക്യൂട്ട് ഫോം ചെയ്യും. എങ്ങനെ? T3 L C V1 T3 L C V1 എന്നൊരു സർക്യൂട്ട് ഫോം ചെയ്യും. അതിലൂടെ ഒരു ഓസിലേറ്ററി കറൻറ്റ് ഫോം ചെയ്യും. ഈ ഓസിലേറ്ററി കറൻറ്റ് കാരണം കപ്പാസിറ്റർ ചാർജ് ആവും. T π√LC എന്ന് പറയുന്ന ടൈമിൽ കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവും. ഈ കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആയാൽ എന്നാ സംഭവിക്കും? പിന്നെ അത് ഫർദർ കറണ്ട് ഫ്ലോ അലോ ചെയ്യില്ല. ഫർദർ കറണ്ട് ഫ്ലോ അലോ ചെയ്യാത്തപ്പം T3 കൂടെയുള്ള കറണ്ട് റെഡ്യൂസ് ചെയ്ത് 0 ആയിട്ട് മാറും. T3 കൂടെയുള്ള കറണ്ട് 0 ആയിട്ട് മാറുമ്പം T3 അവിടെ എന്നാ സംഭവിക്കും? T3 ഓഫ് ആവും. T3 അങ്ങനെ ഓഫായി പോവും. T3 ഓഫായി കഴിയുമ്പോൾ എന്നാ സംഭവിക്കാം? T2നെ നമ്മൾ ടേൺ ഓൺ ചെയ്യും. T2നെ ഫയർ ചെയ്ത് T2 ടേൺ ഓൺ ചെയ്യും. T2 ഓൺ ആകുമ്പം T2 ഓൺ ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? T2 ഓൺ ആയിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇല്ലേ, കപ്പാസിറ്ററിൻ്റെ 2V1 എന്ന് പറയുന്നത് നമ്മുടെ T1ന് അക്രോസ് വരും. അങ്ങനെ T2 ഓൺ ആയാൽ, T2നെ ട്രിഗർ ചെയ്ത് T2 ഓൺ ആയാൽ T1ന് അക്രോസ്, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വരുന്നു. അപ്പോൾ T1ന് അക്രോസ് ശരിക്കും എന്തോരം വോൾട്ടേജ് വരും? T1ന് അക്രോസ് VS മൈനസ് 2V1 ആണ് വരുന്നത്. T1ന് അക്രോസ് VS മൈനസ് 2V1 വരും. VS മൈനസ് 2V1 വരുമ്പോഴത്തേക്ക് എന്നാ പറ്റും? VS മൈനസ് 2V1 T1ന് അക്രോസ് വരും. ഈ VS മൈനസ് 2V1 എന്ന് പറയുന്നത് T1നെ ഓഫാക്കും. അങ്ങനെ T1 കമ്മ്യൂട്ടേറ്റ് ചെയ്യും. സോ ആദ്യം T3 ഓൺ ചെയ്യും. അങ്ങനെ കപ്പാസിറ്റർ 2V1 വരെ ചാർജ് ആവും. അത് കഴിഞ്ഞ് T2 ഓൺ ചെയ്യും. T2 ഓൺ ചെയ്യുമ്പം കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള 2V1 T1ന് അക്രോസ് വരും. ഈ T1ന് അക്രോസ് ഉള്ള വോൾട്ടേജ് അപ്പോൾ എത്രയാണ്? VS മൈനസ് 2V1 ആണ്. ഈ VS മൈനസ് 2V1 എന്നുള്ളത് എന്ത് ചെയ്യും? T1നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യും. അങ്ങനെ T1 ഓഫ് ആവുന്നു. T1 ഓഫായി കഴിഞ്ഞാൽ എന്നാ പറ്റും? കപ്പാസിറ്റർ ലോഡ് വഴി ഡിസ്ചാർജ് ചെയ്തോളും. T1 ഓഫായി കഴിഞ്ഞാൽ കപ്പാസിറ്റർ ലോഡ് വഴി ഡിസ്ചാർജ് ചെയ്യും. ഇതാണ് ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിലാണ് ഒരാപ്ലിക്കേഷൻ വരുന്നത്. ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയാൽ ഒരെണ്ണം ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിലാണ്. അതുപോലെ വേറൊരു ആപ്ലിക്കേഷൻ പറയുന്നത് കറണ്ട് ഫ്ലോയ്ക്ക് പ്രിസൈസ് കൺട്രോൾ വേണ്ട സർക്യൂട്ട്സ്, കറണ്ട് ഫ്ലോയുടെ പുറത്ത് പ്രിസൈസ് ആയിട്ടും കൺട്രോൾ വേണ്ട സർക്യൂട്ട്സിലാണ് ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ്റെ വേറൊരു പേര് എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്നാണ്. Thank you.